Hi, good evening. Welcome to Navodaya College. നമ്മൾ 10th മാത്തമാറ്റിക്സ് ഓൺലൈൻ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മാത്തമാറ്റിക്സിനെ പറ്റി പറയുമ്പോൾ മാത്തമാറ്റിക്സിനെ വളരെയധികം പേടിയോടെ കാണുന്ന കുട്ടികളുണ്ട്, നല്ല സബ്ജക്റ്റ് ഈസിയോടെ നല്ല താല്പര്യത്തോടെ പഠിക്കുന്ന കുട്ടികളുമുണ്ട്. 10th മാത്തമാറ്റിക്സ് 9th മാത്തമാറ്റിക്സിനേക്കാൾ ഈസിയറാണ്, ഭയങ്കര ഈസിയാണ് 10th മാത്തമാറ്റിക്സ്. അതുകൊണ്ട് തന്നെ A+ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈസിയായിട്ട് A+ വാങ്ങാൻ പറ്റും മര്യാദയ്ക്ക് പഠിച്ചാൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ 10th ക്ലാസ്സിലെ മാത്സിനെ പറ്റി പറയണതിൻ്റെ മുന്നേ എങ്ങനെ മാത്സ് പഠിക്കാം അല്ലെങ്കിൽ എങ്ങനെ മാത്തമാറ്റിക്സ് എളുപ്പമാക്കാം എന്ന കാര്യം പറയാൻ പോവുകയാണ്. സാധാരണ നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, SS ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു പഠിക്കുക ചെയ്യാറ്. എന്നാൽ മാത്തമാറ്റിക്സ് പഠിക്കാൻ നമ്മൾ നോട്ട്ബുക്ക് വായിച്ചതുകൊണ്ട് മാത്തമാറ്റിക്സ് പഠിയില്ല. കണക്ക് പഠിക്കാൻ വായിച്ചു പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല. മാത്സ് എങ്ങനെ പഠിക്കേണ്ടത്? മാത്സ് ചെയ്ത് പഠിക്കണം. അപ്പോൾ മാത്സ് പഠിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും ക്ലാസ്സിൽ ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ഒരുപാട് പ്രാവശ്യം ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് ടഫ് ഒരു ചോദ്യം, ഇഫ് യു ഫീൽ ലൈക്ക് ദ ക്വസ്റ്റ്യൻ ഈസ് ഡിഫിക്കൽട്ട്, ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതേ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഈസി ആവണം വരെ ചെയ്ത് പഠിക്കുക. അപ്പോൾ മാത്സ് പഠിക്കേണ്ട രീതി അതാണ്. പിന്നെ മാത്സ് എളുപ്പമാക്കാൻ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയണം. നമ്മൾക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതിലൊക്കെ നമ്മൾ നല്ല തറോ ആവണം. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും അറിയാത്തവർ കുറവായിരിക്കും. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പാർട്ടിലെത്തുമ്പോൾ കുറേ പേർക്ക് അപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. ഈവൻ ദോ യു ആർ ഇൻ ഗ്രേഡ് 10 യു വിൽ ബി സ്റ്റിൽ ഹാവിംഗ് ദ ഡിഫിക്കൽട്ടി ഇൻ മൾട്ടിപ്ലൈയിങ് നമ്പേഴ്സ് ആൻഡ് ഡിവൈഡിങ് എ നമ്പർ വിത്ത് സം അതർ. അപ്പം അങ്ങനത്തെ കേസ് വരുമ്പോഴാണ് നമ്മൾ അടുത്ത കാര്യം, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ലോണം തറാവണം. അറ്റ്ലീസ്റ്റ് അപ് ടു 15 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് തറാക്കുന്നത് ഭയങ്കര നന്നാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ആ ചാപ്റ്ററിലൊക്കെ ഒരുപാട് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോർമുലയും ബൈഹാർട്ട് ചെയ്യാനുണ്ടാവും. ആ ഫോർമുലയൊക്കെ നല്ല തറവായിട്ട് ബൈഹാർട്ട് ചെയ്യണം. നമ്മൾ ഏത് ഉറക്കത്തു നിന്ന് നിങ്ങൾ വിളിച്ച് ചോദിച്ചാലും, ഇപ്പം ചോദിക്കുകയാണ് എന്താണ് ഇന്നതിൻ്റെ സമവാക്യം, ഇന്നതിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ഫോർമുല എന്താണ്, ഇന്നതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്, അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് ആര് ചോദിച്ചാലും ഉത്തരം പെട്ടെന്ന് പറയത്തക്ക രീതിയിൽ നമ്മൾ ഓരോ ഫോർമുലയിലും ബൈഹാർട്ട് ചെയ്യണം. ഇത്രയും കാര്യത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് മാത്സിൽ A+ വാങ്ങാൻ പറ്റും, ഗ്യാരണ്ടി. പിന്നെ ഓരോ ക്ലാസ്സിൻ്റെയും ഇപ്പം നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് വീഡിയോയിൽ പറയും. ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ ബോർഡിൽ ചെയ്ത് കാണിച്ചു എങ്ങനെ ചെയ്യാം. എന്നിട്ട് ആ സെഷന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളത് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ പറയുന്ന ടൈമിൽ അത് എനിക്ക് അയച്ചു തരണം, കമ്പൽസറിയാണ്. നമ്മൾ കുറേ പഠിച്ചത് ഇത് വീഡിയോ നോക്കി പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വീഡിയോയിൽ കാണുന്ന ചോദ്യങ്ങൾ നോട്ടിൽ കോപ്പി ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. മോറോവർ ദാറ്റ് whatever the question you are getting to do as homeworks, those questions also you have to do by yourselves. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സംടൈംസ് യു മൈറ്റ് ബി ഹാവിങ് ദ ഡൗട്ട്സ്. ചില ക്വസ്റ്റ്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടാവാം. ആ ഡൗട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഐ വിൽ ആൻസർ. ഓക്കെ, സോ ദിസ് ഇസ് ദ വേ ടു ഡു മാത്സ്, ടു സ്റ്റഡി മാത്സ്. ഇനി എന്താ പറയാനുള്ളത്? നമുക്ക് നേരെ 10th മാത്തമാറ്റിക്സ് കണ്ടന്റിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഈ കൊല്ലം നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ പഠിക്കാനുള്ളത്? ടോട്ടൽ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദേ വിൽ ബി 11 ചാപ്റ്റേഴ്സ്. ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 11 അല്ലേ? യെസ്. ഏതൊക്കെയാണ് 11 ചാപ്റ്റേഴ്സ്? ഫസ്റ്റ് ചാപ്റ്റർ
അരിത്തമെറ്റിക് സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസസ്. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നൊക്കെ ഞാൻ ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ പറയാം, ചാപ്റ്റർ പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഈ 11 ചാപ്റ്റേഴ്സിൻ്റെയും പേര്. അരിത്തമെറ്റിക് സീക്വൻസസ് ചാപ്റ്റർ വളരെ ചെറിയ ഒരു കോൺസെപ്റ്റാണ്, വളരെ ഈസിയായ സിമ്പിളായ കോൺസെപ്റ്റാണ്. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഫുൾ മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. ഓരോ ചാപ്റ്ററിലും ഞാൻ അങ്ങനെ ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്ന ഫുൾ മാർക്കും വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല, എല്ലാ ചാപ്റ്ററിൻ്റെ കേസ് അങ്ങനെ തന്നെയാണ്. ഇനി സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ്. സർക്കിൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സർക്കിൾ പഠിച്ചിട്ടുണ്ട്. സർക്കിൾ സ്പെല്ല് എങ്ങനെ, സർക്കിൾ എങ്ങനെ പറയാ? CIRCLE, സർക്കിൾ അല്ലേ? സർക്കിൾ, ഇതാണ് സർക്കിൾ. ചാപ്റ്റർ 2 സർക്കിൾ ആണ്, സർക്കിളും ഈസി ചാപ്റ്റർ ആണ്. ഇനി ചാപ്റ്റർ 3 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് ചാപ്റ്റർ 3. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആൻഡ് ചാപ്റ്റർ 4 ചാപ്റ്റർ mathematics of chance. Mathematics of chance and mathematics of chance എന്നാണ് ചാപ്റ്റർ 4. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഫസ്റ്റ് ടേമിൽ ഉള്ള ചാപ്റ്റേഴ്സ്. ഈ 4 ചാപ്റ്റേഴ്സ്, ഈ 4 ചാപ്റ്റേഴ്സ് ആണ് വി ഹാവ് ടു ഡു ഇൻ ദ ഫസ്റ്റ് ടേം. ഇനി സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സ്. സെക്കൻഡ് ടേമിലെ ഫസ്റ്റ് ചാപ്റ്റർ ട്രിഗണോമെട്രി. 5th ചാപ്റ്റർ ട്രിഗണോമെട്രി. ട്രിഗണോമെട്രിയുടെ ബേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 9th അല്ലേ? അതിൻ്റെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് 10th ട്രിഗണോമെട്രിയിലുള്ളത്. ദാറ്റ്സ് ഓൾസോ ആൻ ഈസി ചാപ്റ്റർ, ട്രിഗണോമെട്രി. ദ നെക്സ്റ്റ് ചാപ്റ്റർ റൈറ്റ് ആഫ്റ്റർ ട്രിഗണോമെട്രി, അടുത്ത ചാപ്റ്റർ വരുന്നത് ട്രിഗണോമെട്രി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കോർഡിനേറ്റ് ജോമെട്രിയാണ്. കോർഡിനേറ്റ് ജോമെട്രി ഈസ് എ ന്യൂ കോൺസെപ്റ്റ്. അതുമായി റിലേറ്റഡ് ചെയ്ത ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ മുന്നേ പഠിച്ചിട്ടില്ല. കോർഡിനേറ്റ് ജോമെട്രി ഒരു ന്യൂ ചാപ്റ്ററാണ്, ന്യൂ കോൺസെപ്റ്റ് ആണ്, പക്ഷെ അതും ഭയങ്കര ഈസി ചാപ്റ്ററാണ്. ദെൻ ചാപ്റ്റർ 6 ടാൻജൻസ്. സർക്കിൾസിന്റെ കണ്ടിന്യൂഷൻ ആണ് ടാൻജൻസ് എന്നാണ് ചാപ്റ്റർ 7 അല്ലേ? ചാപ്റ്റർ 7 ടാൻജൻസ് ആണ്. ഇനി പോകുന്നത് ചാപ്റ്റർ 8ലേക്കാണ്. ചാപ്റ്റർ 8 എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 8 എന്താ? ടാൻജൻസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സോളിഡ്സ് ആണ്. സോളിഡ്സ് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. 9th നിങ്ങൾ സ്ക്വയർ, പ്രിസം അല്ലേ? പ്രിസം പഠിച്ചിട്ടുണ്ട് 9th. നമ്മൾ ഇക്കൊല്ലം സോളിഡ്സിൽ പഠിക്കാൻ പോകുന്നത് പിരമിഡ്സ് ആണ്. അപ്പോൾ ചാപ്റ്റർ 8ന്റെ പേര് സോളിഡ്സ് ആണ് ചാപ്റ്റർ 8. ഇനി ചാപ്റ്റർ 9ലേക്ക് പോകുമ്പോൾ ചാപ്റ്റർ 9 നമ്മൾ നേരത്തെ കോർഡിനേറ്റ് ജോമെട്രി പറഞ്ഞല്ലോ. ചാപ്റ്റർ 6th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രിയാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചാപ്റ്റർ 9 ആൽജിബ്ര ആൻഡ് ജോമെട്രി. അതാണ് ചാപ്റ്റർ 9. ചാപ്റ്റർ 10 നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞെല്ലാം പഠിച്ചിട്ടുണ്ട്, പോളിനോമിയൽസ്. ഓർമ്മയില്ലേ? ആ പോളിനോമിയൽസ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചാപ്റ്റർ 10 പോളിനോമിയൽസ്. ആൻഡ് ചാപ്റ്റർ 11 ദ വെരി ഈസിയസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണ്ടിന്യൂഷൻ. 9th സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിന്റെ കണ്ടിന്യൂഷനാണ് 10th സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ 11th ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് 10th ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട്സ് ദ ഫസ്റ്റ് ചാപ്റ്റർ? ഏതാണ് ഒന്നാമത്തെ ചാപ്റ്റർ? ഞാൻ പറഞ്ഞല്ലോ അരിത്തമെറ്റിക് സീക്വൻസസ്. അരിത്തമെറ്റിക് സീക്വൻസസ് ഇതാണ് ചാപ്റ്റർ 1, അരിത്തമെറ്റിക് സീക്വൻസസ്. ബിഫോർ ലേണിംഗ് അബൌട്ട് arithmetic sequences, you should know what is a sequence. Arithmetic sequence എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം എന്താണ് സീക്വൻസ് അറിയണം. ഡു യു നോ? അറിയോ എന്താ സീക്വൻസ് എന്ന് പറഞ്ഞാൽ? സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, 3, 5, 7, 9 etc. 4, 0, -4, -8 etc. 1, 4, 9, 16 etc. 2, 4, 8, 16, 32
etc. 10, 9, 7, 4, -1, 3, 8, etc. ഇതൊക്കെ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഇതില് ഒന്നാമത്തെ നമ്പർ 3 ആ. ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൽ ഒന്നാമത്തെ നമ്പർ 3 ആണ്. രണ്ടാമത്തെ നമ്പർ 5. ഈ 3 എങ്ങനെ 5 കിട്ടിയത്? 3 + 2 5 ആണ്. 5 കഴിഞ്ഞാൽ 7. 7 എങ്ങനെ കിട്ടിയത്? 5 + 2 7. 7 + 2 9 etc. അതായത് ഒരു നമ്പറിൽ നിന്ന് തൊട്ടടുത്ത നമ്പർ കിട്ടാൻ ഒരു പ്രത്യേക റൂൾ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ റൂൾ എന്താ? ഇതിന്ന് ഇത് കിട്ടാൻ 2 ആഡ് ചെയ്താൽ മതി, ഇതിന്ന് ഇത് കിട്ടാനും 2 ആഡ് ചെയ്താൽ മതി, ഇതിന്ന് ഇത് കിട്ടാനും 2 ആഡ് ചെയ്താൽ മതി. അപ്പോ ഇവിടെ 2 ആഡ് ചെയ്യുക എന്നതാണ് ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ കിട്ടാനുള്ള റൂൾ. അതുകൊണ്ട് ഇതൊരു സീക്വൻസ് ആണ്. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ, 4 0 -4 -8 etc. ഇതൊരു സീക്വൻസ് ആണോ? സീക്വൻസ് ആണോ? ആണ്. 4 ന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0, വീണ്ടും 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -4, വീണ്ടും 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -8. അടുത്ത നമ്പർ കാണാൻ വീണ്ടും 4 സബ്ട്രാക്ട് ചെയ്താൽ മതി, -12 കിട്ടും. അപ്പൊ ഇതും സീക്വൻസ് ആണ്. കാരണം ഹിയർ ഓൾസോ from the first number to get the other numbers there is a special or particular rule. ഒരു നമ്പറിൽ നിന്ന് തൊട്ടടുത്ത നമ്പർ കിട്ടാൻ ഒരു പ്രത്യേക റൂൾ ഉണ്ട്. അതുകൊണ്ട് ഇതും ഒരു സീക്വൻസ് ആണ്. എന്നിട്ട് നോക്കുക, 1 4 9 16 etc. അടുത്ത നമ്പർ ഏതാണെന്ന് പറയാൻ പറ്റുമോ? നോക്ക്, 1 4 9 16 etc. പറയാൻ പറ്റുമോ? എടോ, 1ന്റെ സ്ക്വയർ അല്ലേ 1, 2ന്റെ സ്ക്വയർ അല്ലേ 4, 3ന്റെ സ്ക്വയർ അല്ലേ 10, 4ന്റെ സ്ക്വയർ അല്ലേ 16. അപ്പൊ അടുത്ത എന്താ വരിക? 5ന്റെ സ്ക്വയർ 25. അപ്പൊ അടുത്ത് 25 വരും. തൊട്ടടുത്തതോ 6ന്റെ സ്ക്വയർ എന്താ വരിക? 36. അടുത്തെന്താ വരിക? 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 etc. 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 എന്ന് വരും. അപ്പൊ ഇവിടെ ഒരു നമ്പറിന് തൊട്ടടുത്ത നമ്പർ കിട്ടാൻ ഒരു പ്രത്യേക റൂൾ ഉണ്ട്. അതുകൊണ്ട് ദിസ് ഇസ് ഓൾസോ എ സീക്വൻസ്. Then go to this 2 4 8 16 32 etc. Then 2 4 8 16 32 etc. റൂൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32. അപ്പൊ അടുത്ത കിട്ടാൻ × 2 64, അടുത്ത കിട്ടാൻ വീണ്ടും × 2 128 etc. 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 അപ്പൊ ഇവിടെ ഒരു നമ്പറിൽ നിന്ന് തൊട്ടടുത്ത നമ്പർ കിട്ടാൻ ഒരു പെർട്ടിക്കുലർ റൂൾ ഉണ്ട്. അതുകൊണ്ട് ദിസ് ഇസ് ഓൾസോ എ സീക്വൻസ്. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, 10 ഇവിടെ 9 -1 9, പിന്നെ 7 -2 7, 4 -3 4, പിന്നെ -1. 4 ന്ന് മൈനസ് കിട്ടാൻ 4 -5 ആണ് -1, പിന്നെ 3 ആണ്, -1 + 4 ആണ് 3. അപ്പൊ ഇവിടെ റൂള് ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ ആഡ് ചെയ്യുന്നു, ഒക്കെ വേറെ 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 നമ്പേഴ്സ് ആണ്. അതായത് ഇവിടെ ഇതിൽ ഇവിടെ ഒരു നമ്പറിൽ നിന്ന് തൊട്ടടുത്ത നമ്പർ കിട്ടാൻ ഒരു പ്രത്യേക റൂൾ ഇല്ല. അതുകൊണ്ട് ഇതൊരു സീക്വൻസ് അല്ല, ഇതൊരു സീക്വൻസ് അല്ല. അപ്പൊ എന്താണ് സീക്വൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൽ കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് തൊട്ടടുത്ത നമ്പർ കിട്ടാൻ ഒരു പ്രത്യേക റൂൾ ഉണ്ട് എങ്കിൽ, ആ നമ്പർ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ സീക്വൻസ്. അപ്പൊ എന്താണ് സീക്വൻസ് എന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയി കാണും. യെസ്. നൗ ലുക്ക് അറ്റ് ദിസ് സീക്വൻസ്. ഇതൊരു സീക്വൻസ് ആണല്ലോ. ഈ സീക്വൻസിലെ നമ്പേഴ്സ് ആരൊക്കെയാ? ഈ സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ 3, സെക്കൻഡ് നമ്പർ 5, തേർഡ് നമ്പർ 7, ഫോർത്ത് നമ്പർ 9 etc. അല്ലെ? ഒരു സീക്വൻസിലെ ഫസ്റ്റ് നമ്പേഴ്സിനെയൊക്കെ സീക്വൻസിലെ ടേംസ് എന്നാണ് വിളിക്കാറ്. ടേംസ്. ഇത് ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് ടേം, സെക്കൻഡ് നമ്പർ സെക്കൻഡ് ടേം, തേർഡ് നമ്പർ തേർഡ് ടേം, ഫോർത്ത് നമ്പർ ഫോർത്ത് ടേം, ഫിഫ്ത്ത് നമ്പർ ഫിഫ്ത്ത് ടേം, 10th നമ്പർ 10th ടേം, 100th നമ്പർ 100th ടേം etc. അങ്ങനെ പോവും.
അപ്പോ ഈ സീക്വൻസ് ശ്രദ്ധിക്കുക. ഈ സീക്വൻസിന്റെ പ്രത്യേകത ഒരു ടേം 3 ആ, തൊട്ടടുത്ത ടേം 5 ആണ്. 3 കൂടി 2 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5 കഴിഞ്ഞാൽ തൊട്ടടുത്ത ടേം 7 ആണ്. 5 കൂടി 2 ആഡ് ചെയ്യുമ്പോഴാണ് 7 കിട്ടുന്നത്. 7 കഴിഞ്ഞാൽ തൊട്ടടുത്ത ടേം 9 ആണ്. 7 കൂടി 2 ആഡ് ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്. അതായത് ഈ സീക്വൻസിന്റെ പ്രത്യേകത ഒരു ടേമിനോട്, നമ്മൾ നമ്പർ എന്ന് പറയില്ല, ടേം എന്ന് പറയാം, ആ നമ്പേഴ്സ് ഒക്കെ ടേംസ് ആണല്ലോ. ഒരു ടേമിനോട് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോ തൊട്ടടുത്ത ടേം കിട്ടുന്നു. When we add a constant number to each term, we are getting the very next term. ഏതൊരു നമ്പറിനോട് കൂടിയും ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത നമ്പർ കിട്ടുന്നു. ഇവിടെ ഇതിനോട് 2 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നു. 5 കൂടി 2 ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്നു. 7 കൂടി 2 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുന്നു അല്ലേ. അതായത് ഏതൊരു ടേമിനോട് കൂടിയും ഒരു കോൺസ്റ്റന്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഈ സീക്വൻസിൽ എല്ലായിടത്തും നമ്മൾ ഒരേ നമ്പർ കൊണ്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് നമ്പർ എന്ന് പറയുന്നത്. ഏതൊരു ടേമിനോട് കൂടിയും ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് സീക്വൻസ് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കോളൂ. 7, then 15, then 23, then 31, etc. അപ്പോ അടുത്ത സീക്വൻസ് നോക്കിക്കോ. 7, 13, 19, 7, 13, 19, 25, etc. ഈ സീക്വൻസ് നോക്കൂ. 7 plus 6, 13. 13 plus 6, 19. 19 plus 6, 25. ഈ സീക്വൻസിനും എന്താണ് വരുന്നത്? ഒരു ടേമിൽ നിന്ന് തൊട്ടടുത്ത ടേം കിട്ടാൻ 6 ആഡ് ചെയ്യുന്നു. ഈ ടേമിൽ നിന്ന് അടുത്ത ടേം കിട്ടാനും 6 ആഡ് ചെയ്യുന്നു. ഈ ടേമിൽ നിന്ന് തൊട്ടടുത്ത ടേം കിട്ടാനും 6 ആഡ് ചെയ്യുന്നു. അതായത് ഒരു ടേമിൽ നിന്ന് തൊട്ടടുത്ത ടേം കിട്ടാൻ ഒരു കോൺസ്റ്റന്റ് ടേം ആഡ് ചെയ്യുന്നു. Then listen to the next sequence. 100, 90, 80, 70, etc. 100 10 മൈനസ് ചെയ്യുമ്പോൾ 90, 90 10 മൈനസ് ചെയ്യുമ്പോൾ 80, 80 വീണ്ടും 10 മൈനസ് ചെയ്യുമ്പോൾ 70 അല്ലെ. എന്താ 10 മൈനസ് ചെയ്യുക അല്ലെങ്കിൽ 10 സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? എടാ 10 സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് -10 ആഡ് ചെയ്യാണ്. അതായത് 100 -10 ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടും. 90 -10 ആഡ് ചെയ്യുമ്പോ 80 കിട്ടും. 80 -10 ആഡ് ചെയ്യുമ്പോ 70 കിട്ടും. അപ്പൊ തൊട്ടടുത്ത ടേം പറയാൻ പറ്റുമല്ലോ. 90, 100, 80, 70 അടുത്ത് വരിക 60, 50, 40, etc. അപ്പൊ ഈ സീക്വൻസിലും ഒരു ടേമിനോട് കൂടി ഒരു കോൺസ്റ്റന്റ് ടേം ആഡ് ചെയ്യുമ്പോ തൊട്ടടുത്ത ടേം കിട്ടുന്നുണ്ട്. എന്നാൽ അടുത്തത് നോക്കാം നമുക്ക്. 25√3, 20√3, 15√3, etc. ഈ സീക്വൻസ് നോക്കിക്കോളൂ. 25√3 ആണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 20√3 ആണ്. തേർഡ് ടേം 15√3 ആണ്, എക്സെട്ര. ഇവിടെ ചെയ്യുന്നത് 25√3 20√3 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ 25√3 ഒക്കെ വരുമ്പോൾ കുട്ടികൾ പൊതുവെ പറയും, സാർ റൂട്ട് വന്നാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. റൂട്ട് വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ്? നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. ഇത് 25√3 എന്നത് ഈ തിന്നാനുള്ള കാര്യമാകുമ്പോൾ പെട്ടെന്ന് ഓർക്കാനും പഠിക്കാനും പറ്റും. ഇത് 25 മാങ്ങ ആയിക്കോട്ടെ, ഇത് 25 മാംഗോസ്, ഇത് 20 മാംഗോസ്, ഇത് 15 മാംഗോസ് ആണെന്ന് കരുതുക. 25 മാംഗോസ് 20 മാംഗോസ് ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5 മാംഗോസ് സബ്ട്രാക്ട് ചെയ്യാം. 5 മാംഗോസ് സബ്ട്രാക്ട് ചെയ്യണം. 20√3 20 മാംഗോസ് 15 മാംഗോസ് ആവണമെങ്കിൽ എത്ര മാംഗോസ് സബ്ട്രാക്ട് ചെയ്യണം?
5 മാംഗോസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇനി മാംഗോസിന് പകരം റൂട്ട് തിരിച്ചോ, 25√3 20√3 ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5√3 സബ്ട്രാക്ട് ചെയ്താൽ മതി. 20√3 15√3 ആവണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്താൽ മതി? 5√3 സബ്ട്രാക്ട് ചെയ്താൽ മതി. 5√3 സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ -5√3 ആഡ് ചെയ്യുക. 5√3 സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ -5√3 ആഡ് ചെയ്യുക. അതായത് 25√3 കൂടി -5√3 ആഡ് ചെയ്യുമ്പോൾ 20√3 കിട്ടും. 20√3 കൂടി -5√3 ആഡ് ചെയ്യുമ്പോൾ 15√3 കിട്ടും. തൊട്ടടുത്ത ടേം കാണാൻ വീണ്ടും -5√3 ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 10√3 കിട്ടും. തൊട്ടടുത്ത ടേം കാണാൻ വീണ്ടും ഇതേ പ്രോസസ്സിനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ സീക്വൻസിലും ഒരു ടേമിനോട് കൂടി ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീക്വൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സീക്വൻസിന്റെ ഒക്കെ പ്രത്യേകത ഒരു എക്സാമ്പിൾ കൂടി എഴുതാം, അതാണ് ഭംഗിയിൽ. എന്നാൽ ഒന്നുകൂടി ആയിക്കോട്ടെ. അത് ഇങ്ങനെയാണ്: 3.5 5 6.5 എക്സെട്ര. 3.5നോട് 1.5 ആഡ് ചെയ്യുമ്പോൾ 5. 5നോട് കൂടി വീണ്ടും 1.5 ആഡ് ചെയ്യുമ്പോൾ 6.5. അപ്പൊ ഈ സീക്വൻസിന്റെ പ്രത്യേകത ഒരു ടേമിനോട് കൂടി 1.5 ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നുണ്ട്. അതായത് ഒരു ടേമിനോട് കൂടി ഒരു കോൺസ്റ്റന്റ് ടേം ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നു. അപ്പൊ ഇവിടെ ആഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ടേം 1.5 ആണ്. അപ്പൊ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സീക്വൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? when we add a constant number to each term, we are getting the next term. ഈ സീക്വൻസുകളുടെ ഒക്കെ ഒരു ടേമിനോട് കൂടി ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസസ്. അപ്പൊ ഇതൊക്കെ അരിത്മെറ്റിക് സീക്വൻസസ് ആണ്. അപ്പൊ എന്താണ് അരിത്മെറ്റിക് സീക്വൻസസ് എന്ന് മനസ്സിലായി. എന്താണ് അരിത്മെറ്റിക് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസിലെ ഒരു ടേമിനോട് കൂടി ഒരു നിശ്ചിത ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നു എങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ ഡിഡ് യു ഗെറ്റ് ദ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് എൻ അരിത്മെറ്റിക് സീക്വൻസ്? ക്ലിയർ ആയിട്ടുണ്ടാവും. എന്നാൽ ഞാൻ കുറച്ച് സീക്വൻസ് ഇവിടെ എഴുതാം. ആ സീക്വൻസ് ഒക്കെ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് പറയണം കേട്ടോ. നോക്കാം നമുക്ക് 1 by 1 ആയിട്ട്. ദ സീക്വൻസ് ഓഫ് odd numbers. Odd numbers in the sequence. ഏതൊക്കെയാണ് odd numbers? 1, 3, 5, 7, etc. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ആണ്. 1 + 2 3, 3 + 2 5, 5 + 2 7. ഇനി അടുത്ത ടേം കാണാൻ 7 + 2 9, അടുത്ത കാണാൻ 9 + 2 11 അല്ലേ, എക്സെട്ര എക്സെട്ര എക്സെട്ര. അതായത് ഒരു ടേമിനോട് കൂടി 2 ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നു. അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഒരു ടേമിനോട് കൂടി കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നുണ്ട്. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8, 10 എക്സെട്ര. ഇതാണ് ഈവൻ നമ്പേഴ്സ്. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 10 + 2 next, 10 that + 2 next അല്ലേ, ഇങ്ങനെ 2 ആഡ് ചെയ്ത് പോവാണ്. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ ഇത് രണ്ടും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി വേറൊന്ന് ഞാൻ ഇവിടെ എഴുതാം. 3, 7, 10, 12, 20 എക്സെട്ര. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഇത് സീക്വൻസ് അല്ല. 3 + 4 7 7. ഇവിടെ 4 ആഡ് ചെയ്യുന്നു, ഇവിടെ 3 ആഡ് ചെയ്യുന്നു, ഇവിടെ 2 ആഡ് ചെയ്യുന്നു. ഒരു കോൺസ്റ്റന്റ് നമ്പർ ഒന്നല്ല ആഡ് ചെയ്യുന്നത്, ഒക്കെ ഡിഫറെന്റ് നമ്പേഴ്സ് ആണല്ലേ. അതുകൊണ്ട് ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. നമുക്ക് അടുത്ത് നോക്കിക്കോ. 2, 4, 8, 16 എക്സെട്ര. ഇത് 2 + 2 4, 4 + 2 6 അല്ലേ വരേണ്ടത്. പക്ഷെ 6 അല്ല. ഇവിടെ 2 × 2 4, 4 × 2 8, 8 × 2 16. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ടേമിനെ ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് ഇവിടെ 2 കൊണ്ട് ആഡ് ചെയ്യുക, 2 ഇൻറ്റു ചെയ്യണം, 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക ചെയ്യുന്നത് അല്ലേ.
അപ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. കാരണം ഇവിടെ ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യല്ല ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യാണ്. അതുകൊണ്ട് ഇതും അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അരിത്മെറ്റിക് സീക്വൻസ് ആകുമ്പോൾ ഒരു ടേമിനോട് കൂടി ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടണം, അപ്പോഴാണ് അരിത്മെറ്റിക് സീക്വൻസ് ആവുക. ഇവിടെ ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് ഇൻഡ്യൂ അല്ലേ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാൽ ഞാൻ അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ജോമെട്രിക് പ്രോഗ്രഷൻ. ഗ്രേഡ് 11 നിങ്ങൾ പഠിക്കും എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്നും അതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ അടുത്ത കൊല്ലം പഠിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടേമിനോട് കൂടി, ഒരു സീക്വൻസിലെ ഏത് ടേമിനോട് കൂടി തൊട്ടടുത്ത ടേം കിട്ടാൻ ഒരു കോൺസ്റ്റന്റ് നമ്പറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് നല്ലോണം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിക്കുക. Just have a look at this. 30, 34, 38, 42, etc. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ആണ്. കാരണം 13 കൂടി 4 ആഡ് ചെയ്യുമ്പോൾ 34, 34 കൂടി 4 ആഡ് ചെയ്യുമ്പോൾ 38, 38 4 ആഡ് ചെയ്യുമ്പോൾ 42 അല്ലേ. അതായത് ഏതൊരു ടേമിനോട് കൂടിയും 4 ആഡ് ചെയ്യുമ്പോൾ ദ വെരി നെക്സ്റ്റ് ടേം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് നമ്പർ ഏതാണ്? ഒരു ടേമിനോട് കൂടി ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോഴല്ലേ മക്കളെ തൊട്ടടുത്ത ടേം കിട്ടുന്നത്. അപ്പൊ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് നമ്പർ ഇവിടെ 4 അല്ലേ. ഇവിടെ 4 കൊണ്ടാണ് ആഡ് ചെയ്ത് പോണത്. ഇങ്ങനെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ കോൺസ്റ്റന്റ് നമ്പറിനെ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്നാണ് വിളിക്കുക. കോമൺ ഡിഫറൻസ്. ഇതിൽ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്നാ വിളിക്കുക. അപ്പൊ നമുക്ക് ഈ കോമൺ ഡിഫറൻസിന് സാധാരണയായിട്ട് ഡി എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ്? ഡി എന്ന് പറഞ്ഞാൽ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏത് കോൺസ്റ്റന്റ് നമ്പർ ഉപയോഗിച്ചാണോ നമ്മൾ ആഡ് ചെയ്യുന്നത്, ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കോൺസ്റ്റന്റ് നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് പറയാം ഈ കേസിൽ ഇവിടെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് നമ്പർ 4 ആണ്. അപ്പൊ നമുക്ക് പറയാം G ഈസ് ഈക്വൽ ടു 4. കോമൺ ഡിഫറൻസ് 4 ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ 4 എങ്ങനെ കിട്ടിയത്? ഈ 4 നമുക്ക് എങ്ങനെ കിട്ടിയത്? നമ്മൾ നോക്കി, ഫസ്റ്റ് ടേം 30 ആണ്, സെക്കൻഡ് ടേം 34. ഫസ്റ്റ് ടേമിനോട് കൂടി എന്ത് കൂട്ടിയാലാണ് സെക്കൻഡ് ടേം കിട്ടുക? അത് നോക്കിയപ്പോഴാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയതല്ലേ. അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് കാര്യം? 34 30 മൈനസ് ചെയ്യുക. 34 മൈനസ് 30. 34 30 മൈനസ് ചെയ്താൽ 34 മൈനസ് 30 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം. അല്ലെങ്കിൽ 38 34 കുറയ്ക്കുക. 38 34 മൈനസ് ചെയ്യുക. 38 മൈനസ് 34 നമുക്ക് 4 കിട്ടും. അല്ലെങ്കിൽ നേരെ ഇങ്ങനെ 42 38 മൈനസ് ചെയ്യാം. 42 മൈനസ് 38 നമുക്ക് 4 കിട്ടും. അതായത് കോമൺ ഡിഫറൻസ് കാണാൻ ഇവിടെ ശ്രദ്ധിക്കുക. ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക. ഏതിന്ന് ഏത്? ഇതെന്ന് പറഞ്ഞ് പഠിച്ചാൽ മതിയോ? പോരാ. ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. അപ്പൊ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം, അല്ലെങ്കിൽ 10th ടേം മൈനസ് 9th ടേം, അല്ലെങ്കിൽ 12th ടേം മൈനസ് 11th ടേം, അല്ലെങ്കിൽ 20th ടേം മൈനസ് 19th ടേം, അല്ലെങ്കിൽ 15th ടേം മൈനസ് 14th ടേം, അല്ലെങ്കിൽ 100th ടേം മൈനസ്
99th ടേം പറഞ്ഞ് ബോറടിച്ചോ? സാറല്ല, അങ്ങനെ തന്നെയാണ് പഠിക്കാറ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അടുത്തടുത്തുള്ള രണ്ട് ടേംസിന്റെ ഡിഫറൻസ് കാണാം. അതായത് x1 മൈനസ് ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം അല്ല, നേരെ തിരിച്ചിട്ടാണ്, ഉൾട്ടയാണ് വേണ്ടത്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, അല്ലെങ്കിൽ 50th ടേം മൈനസ് 49th ടേം. അപ്പം നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 12th ടേം അറിയാമെന്ന് കൂട്ടിക്കോ, 13th ടേമും അറിയാം. 12th ടേം അറിയാം, 13th ടേമും അറിയാം. 12th ഉം 13th ടേം നമുക്ക് അറിയാമെന്ന് കൂട്ടിക്കോ. എങ്ങനെ കോമൺ ഡിഫറൻസ് കാണുക? 13th ടേം മൈനസ് 12th ടേം കണ്ടാൽ മതി. 13th ടേം മൈനസ് 12th ടേം കണ്ടാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അതുപോലെ നമുക്ക് 99th ടേം അറിയാം, അതുപോലെ തന്നെ 98th ടേമും അറിയാമെന്ന് കൂട്ടിക്കോ. 99th ടേമും 98th ടേമും അറിയാമെങ്കിൽ എങ്ങനെ കോമൺ ഡിഫറൻസ് കാണുക? 99th ടേം മൈനസ് 98th ടേം. അതായത് ഒരു ടേമിൽ നിന്ന് തൊട്ട് മുമ്പുള്ള ടേം മൈനസ് ചെയ്താൽ, ഏതൊരു ടേമിൽ നിന്നും തൊട്ട് മുമ്പുള്ള ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്? എങ്ങനെയാണ് അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഇത്രയും സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഒരു നമ്പർ സീക്വൻസ്, ഒരു സീക്വൻസ്, ആ സീക്വൻസിലെ ഏതൊരു ടേമിനോട് കൂടിയും ഒരു കോൺസ്റ്റന്റ് ടേം ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നു എങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുക. അല്ലാതെ അരിത്മെറ്റിക് സീക്വൻസിന് വേറൊരു ഡെഫിനിഷൻ കൂടി ഉണ്ട്. അതായത് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? ഇവിടെ 34 മൈനസ് 30 4, 38 മൈനസ് 34 4, 42 മൈനസ് 38 4 അല്ലേ? അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേമിന്റെ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആവും. ഒരു സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് അടുത്തടുത്ത ടേംസ്, ഏതെങ്കിലും രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ആണ് വരുന്നതെങ്കിൽ ആ സീക്വൻസിനെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഡെഫിനിഷൻ ഒന്നും കാണാപ്പാടം പഠിക്കണ്ട. യു ജസ്റ്റ് ഹാവ് ടു നോ ടു റെക്കഗ്നൈസ് if many sequences are given, then to recognize which one is arithmetic sequence. ആ കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. കുറേ സീക്വൻസ് ആയിട്ട് അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുക അത് അറിഞ്ഞാൽ മതി. ഡെഫിനിഷൻ ഒന്നും കാണാണ്ട് പഠിക്കേണ്ട. സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ടേമിനോട് കൂടി ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ടേം കിട്ടുന്നെങ്കിൽ ഓക്കെ, അങ്ങനത്തെ സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് arithmetic sequence. Lots of examples already I have given. And I have now discussed about the common difference as well. ഇനി നമുക്ക് കോമൺ ഡിഫറൻസിനെ പറ്റി ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. Have a look at this. കുട്ടികളെ, ഇനി നമ്മൾ പറയാൻ പോണത് സാധാരണയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു നമ്പർ സീക്വൻസിലെ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ ടേംസ് എന്നാണ് വിളിക്കുക. ടേംസ് സാധാരണയായിട്ട് ടേംസിനെ നമ്മൾ x1 x2 x3 x4 എക്സെട്ര എന്നാണ് എഴുതാറ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, x2 സെക്കൻഡ് ടേം, x3 തേർഡ് ടേം, x4 ഫോർത്ത് ടേം, അപ്പൊ ഫിഫ്ത്ത് ടേമോ x5, സെവൻത്ത് ടേമോ x7, 10th ടേമോ x10, 15th ടേമോ x15, 20th ടേം x20, 17th ടേം x17, 100th ടേം x100 അല്ലേ? എങ്ങനെയാണ് ടേംസ് വരിക. അപ്പൊ ഞാൻ പറയാൻ പോണ കാര്യം, എങ്ങനെയാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. കോമൺ ഡിഫറൻസ് കാണാൻ രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അതായത് കോമൺ ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഡി ആണല്ലേ? ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് x2 മൈനസ് x1. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, x2 മൈനസ് x1 കണ്ടു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെയാ കാണുക? x3 മൈനസ് x2, അല്ലെങ്കിലോ x4 മൈനസ് x3, അല്ലെങ്കിലോ x10 മൈനസ് x9, അല്ലെങ്കിലോ x100 മൈനസ് x99. ഇങ്ങനെയാണ് നമ്മൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം.